ലോകത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് വീണ്ടും സ്വാഗതം. സാറേ, നമ്മൾ മാതാവിൻ്റെ ഭക്തിയിലൂടെ സാറിൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ഉണ്ടായ ദൈവാനുഭവങ്ങളായിരുന്നു സാർ പങ്കുവച്ചത്. കുഞ്ഞുനാൾ തൊട്ട് അമ്മയിൽ നിന്ന്, പ്രത്യേകിച്ച് ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മയിൽ നിന്ന് കിട്ടിയ ആ മരിയ ഭക്തി, അത് ഈശോയെ വഹിച്ച ഒരു സക്രാരിയായി കുടുംബജീവിതത്തിൽ ഇത്രയും നാളും ദൈവം വഴി നടത്തിയ കാര്യങ്ങൾ പങ്കുവച്ചു. ഞാൻ ഓർക്കായിരുന്നു, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് അതുപോലെ ഒരു മരിയ ഭക്തിയൊക്കെ കിട്ടേണ്ടതല്ലേ ഇന്നത്തെ അമ്മമാർക്ക്? പിന്നെ സാറ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, കൂട്ടിച്ചേർത്തവനോടൊപ്പം കൂടെ ഇരിക്കണം. അപ്പോൾ ഇന്ന് കൂടെ ഇരിക്കാൻ സമയമില്ല. ഇന്നത്തെ കുടുംബജീവിതക്കാരോടും ഇന്നത്തെ അമ്മമാരോടും അപ്പന്മാരോടും ഈ മരിയ ഭക്തിയിൽ വളരാനായിട്ട് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് സാറിന് പങ്കുവയ്ക്കാനുള്ളത്? വളരെ പ്രധാനപ്പെട്ട ഒരു, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എത്തിരിക്കേണ്ടത് ശുദ്ധത എന്ന് പറയുന്നൊരു പുണ്യമുണ്ട്. ശുദ്ധത. നമ്മുടെ ഹൃദയം വിശുദ്ധവും നിർമ്മലമായിരിക്കണം. കാരണം വിശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കില്ല. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കില്ല. വിശുദ്ധിയുള്ളവർക്ക് ദൈവത്തിന് ഇരിക്കാനും സാധിക്കുകയുള്ളൂ. അശുദ്ധമായൊരു സ്ഥലത്തോ അശുദ്ധമായ ഹൃദയത്തിലോ ദൈവത്തിന് പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പോൾ ദൈവത്തിന്, നമ്മുടെ ഈശോയ്ക്ക് നമ്മുടെ ഉള്ളിൽ കുടിയിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കണം, കൈകൾ ശുദ്ധമാക്കണം, മനസാക്ഷി വിശുദ്ധമാക്കണം. ഇതെല്ലാം ഈ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഇടപെടലിലൂടെ, അല്ലെങ്കിൽ മധ്യസ്ഥത്തിലൂടെ, അല്ലെങ്കിൽ ആശ്രയത്വത്തിലൂടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മരിയ ഭക്തിയിലൂടെ നമുക്ക് കിട്ടുന്ന വലിയ സുഹൃത്തുക്കളാണ്. കാരണം മാതാവിൻ്റെ ഏറ്റവും വലിയൊരു കാരണം കന്യകാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കന്യകാത്വം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും യേശുയില്ല എന്നർത്ഥം. കാരണം ദൈവകുമാരന് ജന്മം നൽകേണ്ട പരിശുദ്ധ അമ്മയിൽ മാനുഷികമായ ഇടപെടലുകൾ പാടില്ല. അതുകൊണ്ടാണ് ഉത്ഭവം ഇല്ലാതെ ജനിച്ച ഏക വ്യക്തി പരിശുദ്ധ അമ്മ മാത്രമല്ലേ ഉള്ളൂ. സഭയുടെ വിശ്വാസ സത്യങ്ങളിൽപ്പെട്ടതല്ലേ. അപ്പം അപ്രകാരം പാപം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ജീവിതത്തിലുണ്ടാവണം. കാരണം പാപത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തിക്ക് ദൈവത്തെ കാണാനോ ദൈവത്തെ അറിയാനോ ദൈവത്തെ അനുഭവിക്കാനോ സാധിക്കുകയില്ല. കാരണം എന്താണ് പാപം? പാപം എന്നുള്ളത് ഈശോയെ നമ്മിൽ നിന്നും അകറ്റുന്നതാണ്. അല്ലെങ്കിൽ ഈശോയ്ക്ക് നമ്മിൽ വരാൻ പറ്റാത്തവണ്ണം നമ്മിൽ നിന്നും അകറ്റി നിർത്തലാണ്. അപ്പം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റാത്തവണ്ണം നമ്മൾ മാലിന്യ കൂമ്പാരങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പരിശുദ്ധാമ്മ നമ്മോട് പറയുന്നു, മോനെ, നിൻ്റെ ജീവിതം ശുദ്ധമാക്കുക, നിൻ്റെ കൈകൾ നിർമ്മലമാക്കുക, നിൻ്റെ മനസാക്ഷി ശുദ്ധമാക്കുക. അതുകൊണ്ടാണ് കഴുകി വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോട് വേണ്ടി പരിശുദ്ധ ആൾത്താരിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് വൈദ്യം ചേരുന്ന പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട പങ്കിതാണ്. കാരണം അതിവിശുദ്ധ സ്ഥലമായിട്ടേക്ക് പ്രവേശിക്കുമ്പോൾ കൈകൾ നിർമ്മലമായിരിക്കണം, മനസാക്ഷിയെ ശുദ്ധമാക്കണം. അപ്പം ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ എപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയിട്ടുള്ള പുണ്യവും അമ്മയിൽ ആശ്രയിക്കണമെന്ന് മറ്റുള്ളവർ പറയാൻ തോന്നിയിട്ടുള്ളതും നമ്മൾ പണ്ട് പഠിച്ചിരുന്ന 12 ഫലങ്ങളെക്കുറിച്ചാണ്. പൗലോസ്ലീഹ പറയുന്ന പരിശുദ്ധാമ്മൻ്റെ ഫലങ്ങൾ. അതിനകത്ത് അവസാനത്തെ 3 അടക്കം, സഹനം, ശുദ്ധത എന്നവരാണ്. സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, അടക്കം, സഹനം, ശുദ്ധത. ഈ അടക്കം, സഹനം, ശുദ്ധത എന്ന് പറയുന്ന 3 പുണ്യങ്ങൾ എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണത്തിൽ പരിശുദ്ധ അമ്മയെ മാതൃകയാക്കി തിരുസഭ എടുത്ത് നമ്മളെ പഠിപ്പിച്ച 12 ഫലങ്ങളിൽപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. പൗലോസ്ലീഹ പറയുന്ന 9 3 കൂടെ ചേർത്തിട്ടുണ്ട്. ആ സഭ അപ്രകാരം കൂട്ടിച്ചേർത്ത 3 പരിശുദ്ധാത്മ ഫലങ്ങളിൽപ്പെട്ടാണ് അടക്കം, സഹനം, ശുദ്ധത. അപ്പോൾ അടക്കം എന്ന് പറയുന്നത് എന്താ? പലതരം അടക്കങ്ങളുണ്ട് നമുക്ക്. ആശയടക്കം, കണ്ണടക്കം, മിണ്ടടക്കം, അതുപോലെ തന്നെ ഒതുക്കം. ഈ അടക്കേണ്ടതിന് അടക്കലും ഒതുക്കേണ്ടതിൻ്റെ ഒതുക്കലുമാണ് ഒതുക്കം എന്ന് പറയുന്നത്. അപ്പം ജീവിതത്തിൽ നാം പുലർത്തേണ്ട നമ്മുടെ ജീവിത വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കാനും വിശുദ്ധി കൊണ്ട് നിറയാനുമായിട്ടും
നമ്മൾ പുലർത്തേണ്ട ചില മനോഭാവങ്ങൾ, ചില സമീപനങ്ങൾ, എടുക്കേണ്ട തീരുമാനങ്ങൾ, പിന്നെ സ്വീകരിക്കേണ്ട ചില സത്യങ്ങൾ. ഇതാണ് ഈ 3 പുണ്യങ്ങളുടെ 3 ഫലങ്ങളുമാണ്, പുണ്യങ്ങളുമാണത്. അടക്കം, രണ്ടാമത്തേത് സഹനം. സഹനമില്ലാതെ ആർക്കും ജീവിതത്തിലൂടെ കടന്നു പോകാൻ സാധിക്കില്ല. പരിശുദ്ധ അമ്മ എന്തുമാത്രം സഹിച്ചു. അവഹേളനത്തിൻ്റെ, നിന്ദനത്തിൻ്റെ, വേർപാടിൻ്റെ, വേർപിരിയലിൻ്റെ, പിന്നെ ഒറ്റപ്പെടുത്തലിൻ്റെ, കഷ്ടപ്പെടുത്തലിൻ്റെ, പിന്നെ സഹനങ്ങളുടെ ഒരു യാത്ര തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ. അപ്പം ആ സഹനത്തെ നമുക്ക് ഉൾക്കൊണ്ട് ജീവിക്കാനാണ്. കുടുംബജീവിതത്തിൽ സഹനങ്ങൾ അനിവാര്യമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സഹനങ്ങളില്ലാത്ത, കാരണം ഈ സഹനങ്ങളിലൂടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സഹനങ്ങളിൽ നമ്മൾ വിശദീകരിക്കാനുള്ളതാണ് എന്നുള്ള ഒരു പരിശുദ്ധ അമ്മയുടെ ആ പ്രത്യേകമായിട്ടുള്ള ഒരു സന്ദേശം, പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായി സാന്ത്വനപ്പെടുത്തുക. ഈ സഹനങ്ങളിലും അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഈ മക്കൾക്ക് അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുമെന്നും, മക്കളെ നിങ്ങൾ തനിച്ചല്ല, ഞാൻ കൂടെയുണ്ട്, എൻ്റെ മകൻ്റെ സഹനം പങ്കിട്ട ഞാൻ തന്നെയാണ്, നീ അന്ന് എൻ്റെ മകനെയോ എൻ്റെ മകളുടെ സഹനത്തിൽ പങ്കുപറ്റുന്നത്. അതുകൊണ്ട് ഈ അമ്മ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പും ആശ്വാസവും ഏത് സഹനത്തിലും ആത്മാവ് നഷ്ടപ്പെടാതെയും ആത്മധൈര്യം നഷ്ടപ്പെടാതെയും കാത്തു സൂക്ഷിക്കാനായിട്ടും പിടിച്ചു നിൽക്കാനായിട്ടും നമ്മളെ സഹായിക്കുന്നത്. പിന്നെ ഇതാണ് മൂന്നാമത്തേതാണ് ശുദ്ധത എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ അടക്കവും സഹനവും ശുദ്ധതയും എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട സുഹൃതങ്ങൾ ജീവിതത്തിൽ നമുക്ക് പരിശുദ്ധാത്മ ഫലങ്ങളായിട്ട് നേരിട്ടെടുത്ത് മനസ്സിലാക്കി സ്വീകരിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം നമ്മളെപ്പോഴും സഹായിക്കും. കാരണം ഞാൻ എപ്പോഴും കുട്ടികളോടും പറയുന്നതാണ്, അമ്മ നമുക്ക് നോക്കി നിൽക്കുമ്പോൾ, അമ്മ കൂടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അമ്മ കണ്ടു നിൽക്കുമ്പോൾ ഒരു മകനും ഒരു മകളും തെറ്റ് ചെയ്യില്ല. കാരണം അത് പിന്നെ വേറെ ആരുടെ കണ്ണ് പൊട്ടിച്ചാലും അമ്മയുടെ ഹൃദയം വേദനിക്കാൻ സാധാരണ ഇതിൽ മക്കൾ സമ്മതിക്കില്ല, അതിന് മുതിരുകയുമില്ല. അപ്പോൾ അമ്മ എന്നുള്ളത് സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ ആ ഒരു വലിയൊരു നിറകുടമാണ്. അപ്പോൾ ആ സ്നേഹത്തെയും വാത്സല്യത്തെയും വേദനിപ്പിക്കരുത് എന്നുള്ള മനോഭാവത്തോടെയാണ് അമ്മയിലിങ്ങനെ ആശ്രയിക്കുക. അപ്പം മക്കൾ എന്നുള്ള നിലയ്ക്ക് എത്ര പ്രായമായാലും, എത്ര വലിയ സ്ഥാനത്തിരുന്നാലും, എന്തെല്ലാം ഭൗതിക സൗകര്യങ്ങളുണ്ടായാലും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നമ്മൾ മക്കൾ തന്നെയാണ്, അമ്മയുടെ മക്കളാണ്. അപ്പം ആ അമ്മ നമ്മളോട് പറയുന്നത് ഈശോയോട് ചേർന്നിരിക്കാൻ പാടില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ നന്നായി ഒന്ന് അടുക്കും ചിട്ടതയും ഉള്ളതാക്കാനായിട്ട്, അടുക്കി വയ്ക്കാനും അടുക്കി പെറുക്കാനും വേണ്ടത്ര നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ ചിന്തിച്ചിട്ടുള്ളതാണ്. അഴിച്ചു പണിയേണ്ടത് അഴിച്ചു പണിയാനും അടുക്കി പെറുക്കേണ്ടത് അടുക്കി പെറുക്കാനും ഈ അമ്മ നമ്മളെ സഹായിക്കും. അപ്പം ഞാൻ ജീവിതത്തിൽ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, വല്ലാതെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു മുറി ശരിയാക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്നൊരു യാത്രയ്ക്ക് കൊണ്ട് ഒരുക്കി വരാനായിട്ട് അമ്മ ഒന്ന് കൂടെ വന്ന് സഹായിക്കണം. ആ ഒരു വിളിച്ചാലുണ്ടല്ലോ പിന്നെ ഭയങ്കര സുഖമാണ്. കാരണം എന്തോ നമ്മളറിയാതെ തന്നെ നമ്മുടെ പെട്ടിയൊക്കെ പെട്ടെന്ന് അടക്കി കൃത്യമായിട്ട് ഭംഗിയായിട്ട് ഒന്നും മറന്നു അതെല്ലാം കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ കുത്തഴിഞ്ഞ് കിടക്കുന്നത് എന്തും കുത്തിക്കെട്ടാനായിട്ട് ഒത്തിരി സഹായിക്കും. ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ചില അനുഭവങ്ങളെ പറഞ്ഞ് നിസ്സാര കാര്യങ്ങളിൽ പോലും അമ്മയൊന്ന് കൂടെ വരണോട്ടോ, അമ്മയൊന്ന് കൂടെ ഇരിക്കണോട്ടോ, അമ്മ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിളി. അപ്പം നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ വിളിക്കില്ലേ, നമ്മുടെ വീട്ടിലുള്ളത് വിളിക്കില്ലേ, ഒന്ന് സഹായിക്കാൻ വിളിക്കില്ലേ, അത് നമ്മളൊരു ആജ്ഞയോ കൽപ്പനയോ അഭ്യർത്ഥനയോ ഒക്കെയാണ്. ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് നമ്മുടെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ കുറവ് വരുത്താതെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു അമ്മയെ കൂടെ വരണേന്ന് പറയുന്നത്, കൂടെ വന്ന് സഹായിക്കണം. അപ്പം അങ്ങനെ വന്നത്തേക്കും പിന്നെ മുറി അടുക്കി പെറുക്കാനാണെങ്കിലും മുറി വൃത്തിയാക്കാനാണെങ്കിലും കുത്തഴിഞ്ഞ ജീവിതം പിന്നെ കുത്തിക്കെട്ടാനാണെങ്കിലും പുതുതായിട്ട് അഴിച്ച് പണിയാനാണെങ്കിലും ഒക്കെ. അതുപോലെ തന്നെ എനിക്ക് പിന്നെ ഞാനൊരു കാലഘട്ടത്തിൽ കുരുക്കഴിക്കുന്ന ആ നൊവേനയിലായിരുന്നു. കാരണം ഞാൻ എത്ര ശ്രമിച്ചിട്ടും ജീവിതത്തിൽ ചില കുരുക്കുകൾ അഴിയുന്നില്ല. അപ്പോൾ ഒരു നൊവേന പ്രത്യേകമായിട്ട് എനിക്ക് ആരാഴ്ച തന്നായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആ കുരുക്കഴിക്കുന്ന മാതാവുണ്ട്, അത് തടസ്സങ്ങളുടെ പ്രശ്നങ്ങളുടെ നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്തവണ്ണം നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ പദ്ധതികളോ നമ്മളെക്കുറിച്ച് സ്വാഭാവികമായിട്ട് നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയോ ഒരു മനസ്സിലാക്കാനുള്ള വിഷമവും ബുദ്ധിമുട്ടൊക്കെ മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതെല്ലാ ദിവസവും ചൊല്ലുമായിരുന്നോ? ഒരു കാലഘട്ടം ഞാൻ ചൊല്ലുമായിരുന്നു സ്ഥിരമായിട്ട്. അത് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ നൊവേന നിന്നു. ഇപ്പം ഞാൻ ചെല്ലുന്ന നിത്യമുള്ള മാതാവിനോടുള്ള പ്രാർത്ഥനകളിൽ ആ മാതാവിൻ്റെ പ്രാർത്ഥന ഇല്ല. ഒരു കാലഘട്ടം ഞാനത് തുടർച്ചയായിട്ടാണ് കുടുംബത്തിൽ ചൊല്ലുമായിരുന്നു. കാരണം ചില കുരുക്കുകൾ അഴിയുന്നില്ല. എന്തുകൊണ്ട് അഴിയുന്നില്ല എന്നുള്ളത് ആലോചിച്ചിട്ട് മാനുഷികമായിട്ട് പിടുത്തവും കിട്ടുന്നില്ല, നമുക്ക് ഉത്തരം കിട്ടുന്നില്ല, ചിന്തിക്കാനും പറ്റുന്നില്ല, മനസ്സിലാക്കാനും പറ്റുന്നില്ല. അപ്പോൾ അമ്മയോട് അമ്മയോട് കുരുക്കൊന്ന് അഴിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന പലരോടും പറഞ്ഞിട്ടുണ്ട്. അവർ ഇപ്രകാരം ഈ പ്രാർത്ഥനകൾ ഒരു വലിയൊരു സഹായം തരട്ടെ. കാരണം ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത, തിരിച്ചറിയാൻ പറ്റാത്ത
കാര്യങ്ങളൊക്കെ ഒന്ന്, അല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ നടക്കാതെ വരുന്നതിൻ്റെ ആ കുരുക്കുകളൊക്കെ ഒന്ന് അഴിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സഹായം പലപ്പോഴും കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുടുംബത്തിലൊരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഇടപെടുന്ന അനുഭവങ്ങൾക്ക് ഒരു കൈയും കണക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ആ അമ്മയോട് മുമ്പിൽ നിൽക്കാൻ തക്കവണ്ണമുള്ള ഒരു യോഗ്യത നമുക്കുണ്ടാവണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ അടക്കം, സഹനം, ശുദ്ധത, 3 കാര്യങ്ങൾ മതി. ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധത തന്നെയാണ് ആ ശുദ്ധത. കാരണം പരിശുദ്ധ അമ്മ നമ്മൾ പറയുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ പരിശുദ്ധി ഉണ്ടെങ്കിൽ ആ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾക്ക് പിന്നെ പക്ഷേ ആ പരിശുദ്ധി നേടാനായിട്ട് അമ്മ സഹായിക്കുകയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു ആഗ്രഹം ഉണ്ടായാൽ മതി. നമ്മൾ ആഗ്രഹം ഉണ്ടായാൽ മതി, പ്രയത്നിക്കാൻ തയ്യാറായിച്ചാൽ മതി. നമ്മൾ ആഗ്രഹം ഉണ്ടായി നിലവിളിച്ചാൽ മാത്രം പോരാ, ഞാൻ എൻ്റെ പ്രയത്നം കൂടെ നടത്തണം. ആഗ്രഹവും അധ്വാനിക്കാനുള്ള മനസ്സും. ആഗ്രഹവും അധ്വാനിക്കാനുള്ള മനസ്സും ആശ്രയിക്കാനുള്ള തീരുമാനം. കാരണം ദൈവത്തെങ്കിൽ ആശ്രയിക്കാനാണ്. എൻ്റെ ചാനൽ ദൈവത്തിലേക്ക് തിരിക്കണം. എൻ്റെ ചാനൽ ഞാൻ തിരിക്കാതെ എൻ്റെ കണ്ണുകളെ കഴിയണമേ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറ്റുന്നതെന്ന് പറഞ്ഞ അർത്ഥമില്ല. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ചാനലിനെ ദൈവത്തിലേക്ക് തിരിയുന്ന ചാനലായിട്ട് ഞാൻ തിരിച്ചു വെച്ച് കഴിയുമ്പോൾ മാത്രമേ ദൈവത്തിന് ഇടപെടാൻ സാധിക്കുള്ളൂ. ഈ അമ്മ ഈ ചാനൽ തിരിക്കാൻ സഹായിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണെങ്കിലും. ഞാൻ പലപ്പോഴും ഈ നമ്മുടെ മരിയൻ തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പറഞ്ഞു. മിക്കവാറും എനിക്ക് വേണമെങ്കിൽ ഗഡലൂപ്പ് ഒഴിച്ച് മിക്കവാറും സ്ഥലങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഒരുപാട് മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ. അതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. മാതാവിൻ്റെ ഭക്തിയിൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളാണെങ്കിൽ പോലും, ബസ്ലിക്കുകളാണെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളാണെങ്കിലും ഒക്കെ മിക്കവാറും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ആളുകൾ വന്നിട്ട് ഈ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചിട്ട് ജീവിതത്തെ ഒന്ന് നേരെയാക്കാൻ പരിശുദ്ധ അമ്മയുടെ സഹായം ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഭൗതികമായിട്ടുള്ള ഒരു കാര്യസാധ്യത്തിന് മാത്രമല്ല, ഈ ഭൗതികമായ കാര്യസാധ്യമാണെങ്കിൽ കൂടി ആ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിറവേറാൻ തടസ്സമായി നിൽക്കുന്ന ജീവിതത്തിൻ്റെ ഒരു അഴിച്ചുപണി ഉണ്ടല്ലോ, ആ അഴിച്ചുപണിക്ക് തയ്യാറായിട്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഓർക്കും, ഞങ്ങൾ ഈ ജീവിതത്തിൽ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്ന സമയത്ത്, വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു വരുന്ന സമയത്ത് ഞാനും രൂപീകരണം തീരുമാനിച്ചു, ഒരു ദിവസം മുഴുവൻ ഒരു മാതാവിൻ്റെ പള്ളിയിൽ പോയി നമുക്കിരിക്കാം. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഓരോ കുപ്പി വെള്ളമായിട്ട് പോയി ഒരു മാതാവിൻ്റെ പള്ളിയിൽ ഞങ്ങൾ പോയി 2 പേരും പോയിരുന്നു. ഒരു ദിവസം മുഴുവൻ ഇരുന്നാണ്. കുറേ നേരം അവിടെ ഇരുന്ന് നമുക്ക് പിന്നെ പലചാരങ്ങളുണ്ടാവാം, പക്ഷെ എന്നാൽ പോലും അവിടെ അങ്ങനെ ഇരുന്നു. കാരണം ഉത്തരം കിട്ടണം നമുക്ക്. യാക്കോബ് പറഞ്ഞില്ലായിരുന്നു ദൈവത്തോട്, നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടില്ല. പക്ഷെ അമ്മ ഈ കുറവ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് ആ കുറവ് ഈശോയുടെ അടുത്ത് പറഞ്ഞ് ആ കുറവ് നിർത്താതെ ഞങ്ങൾ പോകില്ല എന്നുള്ളൊരു നമ്മളൊരു നേരത്തെ പോണി പറഞ്ഞാൽ നമ്മുടെ ഒരു സന്നദ്ധതയാണത്, നമ്മുടെ ഒരു തയ്യാറെടുപ്പാണ്. നമ്മൾ അതിനുവേണ്ടി തയ്ക്കുന്ന ചെറിയൊരു ത്യാഗം കൂടെ. അപ്പോൾ ഈ സന്നദ്ധതയും തയ്യാറെടുപ്പും ത്യാഗവും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അമ്മ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാകും. കാരണം അമ്മ നമ്മുടെ ഒരുക്കം കാണുന്നു, നമ്മുടെ ആ മനസ്സ് കാണുന്നു, അമ്മ നമ്മുടെ അതിനുള്ള ആ ഒരു ത്യാഗം സഹിക്കാനുള്ള മനസ്ഥിതിയും കാണുന്നു. അപ്പോൾ ഈ മനസ്ഥിതിയും മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ നിജസ്ഥിതി മനസ്സിലാക്കി പരിശുദ്ധ അമ്മ ആ സ്ഥിതി മാറ്റാൻ തീർച്ചയായിട്ടും സഹായിക്കും. അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ മനസ്സ് സഹായിക്കും, അല്ലെങ്കിൽ അതിന് മനസ്സിലാക്കി എടുക്കാൻ സഹായിക്കും. അങ്ങനെ ജീവിതത്തിലെ ഒട്ടേറെ അനുഭവങ്ങൾ. സാർ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, ജീവിതത്തിൽ പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ഒരു നമുക്ക് ഉത്തരം കിട്ടാത്തൊരു പ്രശ്നം വന്നപ്പോൾ സാറും വൈഫും ഒരുമിച്ച് മാതാവിൻ്റെ അടുത്ത് പോയി ഒരു ദിവസം മുഴുവൻ ഇരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു നല്ലൊരു നിർദ്ദേശമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രശ്നം വീട്ടിൽ ഉണ്ടാകുന്ന നേരത്ത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് മാതാവിനോടൊപ്പം ഇരിക്കുക, ഉറപ്പായിട്ടും മാതാവ് അതിനൊരു തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒട്ടേറെ ഉൾക്കാഴ്ചകൾ കിട്ടാനും പലതും മനസ്സിലാക്കി എടുക്കാനും ഒക്കെ ആ ഒരൊറ്റ ദിവസത്തിൻ്റെ അങ്ങനെ ഒരു ദിവസം അങ്ങനെ പൂർണ്ണമായിട്ട് ഇരുന്നിട്ടുള്ളൂ. നമുക്ക് ഭക്ഷണം കഴിക്കണം, റൂബി വെള്ളമായിട്ട് പോയിരുന്നു, ഒരു ദിവസം മുഴുവൻ അവിടെ ഇരിക്കാം. റൂബി പറഞ്ഞതാണ്. റൂബി പറഞ്ഞപ്പോൾ എനിക്കത് വളരെ സ്വീകാര്യമായിട്ട് ഒരു പ്രചോദനമായി. ഞങ്ങൾ ഒരുമിച്ച് ഒരു മാതാവിൻ്റെ പള്ളിയിൽ പോയിരുന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു ദിവസം മുഴുവൻ ഇരുന്നു. ഇപ്പോൾ ഞാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, രണ്ടുപേരും കൂടി തീരുമാനിക്കുക, 2 കുപ്പി വെള്ളമായിട്ട് പോവുക, അത്രേ ഉള്ളൂ. നമ്മൾ പിന്നെ ഭക്ഷണം അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് വിശപ്പോ ദാഹമൊന്നും അറിയൊന്നുമില്ല. കാര്യം വെള്ളമായിട്ട് പോയി, വെള്ളം എന്നുള്ളത് ശാരീരികമായ ഒരുക്കം മാത്രമല്ല. പക്ഷേ നമ്മളങ്ങനെ ഈശോയുടെ അടുത്ത് വരുന്നതുകൊണ്ട് മാതാവിനോട് എൻ്റെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥനയും ഈശോയുടെ മുമ്പിലായിരിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സമയം എന്നുള്ള അങ്ങനെ വലിയ പ്രശ്നം, ശാരീരിക ക്ഷീണം പോലും നമ്മളറിയില്ല. അപ്പോൾ അതുപോലെ ഒട്ടേറെ ആൾ, ഞാനിപ്പോൾ ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ച് പറഞ്ഞതല്ലോ, അവിടെ എല്ലാ ആളുകളും വന്നിട്ട് ഇങ്ങനെ ദിവസങ്ങളോളം ഇരിക്കുന്ന ആളുകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു ദിവസം മാത്രമല്ല, അവിടെ ഇരിക്കുക. ഇനി വേളാങ്കണ്ണി ചെല്ലുമ്പോൾ, വേളാങ്കണ്ണിയിൽ ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ട്.
ഒരു പോക്കങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരാഴ്ച ഒറ്റയടിക്ക് തുടർച്ചയായിട്ടിരുന്ന് പിന്നെ 1000-ഓളം ജപമാലയിലിട്ട് തിരിച്ചു വരുന്ന ആളിൽ എനിക്കറിയാം. അതിനുവേണ്ടിയാണ് പോകുന്നത് തന്നെ. അവർക്ക് വേറെ ഒന്നുമില്ല. അവർ ഫോണും ഒക്കെ മാറ്റി വെച്ച് എല്ലാം ഒരുക്കി വെച്ച് ഒരാഴ്ച. പണ്ട് ആളുകൾ ഈ തീർത്ഥാടനങ്ങൾക്കൊക്കെ പോകുമല്ലോ. എൻ്റെ നാട്ടിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആളുകൾ ശബരിമലയ്ക്ക് പോകുന്ന കണ്ടിട്ടുണ്ട്. അന്ന് ഫോണില്ല, വണ്ടിയില്ല, ഒന്നുമില്ല. വീട്ടിൽ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നവരെ പുലി പിടിക്കാതെ കാത്തുകൊള്ളും കൊണ്ട് വീട്ടിലിരുന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അത് വരുന്നതൊക്കെ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ. അതുപോലെ ഈ ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പോകുമ്പോൾ വീട്ടിലേക്ക് തിരിഞ്ഞു പോലും നോക്കരുതെന്നാണ്. കാരണം അവരുടെ ആ യാത്രയുടെ ഉദ്ദേശം തന്നെ ഇതൊരു അവസാനത്തെ യാത്ര തന്നെയായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാം അടക്കി പെറുക്കി വെച്ച് ക്രമീകരിച്ച് കഴിഞ്ഞിട്ട് അവർ പോകുന്നത് തന്നെ. പുറകോട്ട് നോക്കുക പോലും ചെയ്യില്ല അവർ. അങ്ങനെ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു തയ്യാറെടുപ്പും ത്യാഗം സഹിക്കാനുള്ള മനസ്ഥിതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അമ്മ കൂടെ വന്ന് നമ്മളെ സഹായിക്കും. ഞാൻ ഈ 2 നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെയും ഹൈന്ദവ സഹോദരങ്ങളുടെയും പറഞ്ഞത് അങ്ങനെയുള്ളൊരു ഒരുക്കവും ഒരുപാടും തയ്യാറെടുപ്പും ത്യാഗം സൈക്കിളൊന്നും അത്ര തീവ്രതയിൽ ഞാൻ നമ്മുടെ സമൂഹത്തിൽ കണ്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഇപ്രകാരം വന്ന് ധാരാളം ദിവസങ്ങൾ തന്നെ തുടർച്ചയായിട്ട് ഇരിക്കുന്നവരെയും അത് കഴിഞ്ഞ് അവരുടെ ആ പ്രശ്നങ്ങൾക്കൊരു ഉത്തരം കിട്ടി വളരെ സന്തോഷത്തോടെ നല്ലൊരു കുമ്പസാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒട്ടേറെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് ഈ വെള്ളാങ്കണ്ണി പോലെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നവരെ കുറിച്ച് ചിലരെങ്കിലും പറയുന്ന ഒരു ആരോപണം, ഒരു ടൂർ, ഒരു പിക്നിക്ക് പോകുന്ന മനോഭാവത്തോടെ അവിടെ ചെല്ലുന്നു, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചു, അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരിക്കെ പലരും ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് ഇങ്ങനെ 1000 ജപമാലയൊക്കെ ചെല്ലാനായിട്ട് ചില മനുഷ്യർ അവിടെ പോകുന്നു, ഫോൺ ഓഫ് ചെയ്യുന്നു, ആത്മീയമായ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രം പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു തിരിച്ചറിവാണ്. സാറ് ഉറപ്പായിട്ടും ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന ആ ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള പ്രത്യേകമായ നിയമങ്ങളെക്കായി കൂടുതലായിട്ട് ആ സ്ഥലങ്ങളിൽ പോയുള്ള ഒരു ധന്യത ആദ്യ കാലഘട്ടങ്ങളിൽ നിയോഗങ്ങളുണ്ടായിരുന്നു. ഈ വേളാങ്കണ്ണിയിലൊക്കെ ആദ്യം പോയിട്ടുള്ള പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം വേളാങ്കണ്ണി മാത്രമാണ്. വേളാങ്കണ്ണി നമ്മുടെ നാട്ടിൽ വല്ലാർപാടും ഈ പിന്നെ നമ്മുടെ എറണാകുളത്തെ ബ്രോഡുള്ള നിത്യസായതാൻ്റെ പള്ളി, ഇതാണ് 3 പ്രധാനപ്പെട്ട മരിയൻ സ്ഥലങ്ങളിൽ പണ്ട് പോയിട്ടുള്ളത്. പിന്നെ അഫ്കോഴ്സ് ഞങ്ങളുടെ അടുത്തുള്ള കൊരട്ടി, പിന്നെ ഒട്ടേറെ പള്ളികളുണ്ട് ഇങ്ങനെ. പക്ഷെ ഇതിനേപോലെ ഒരു തീർത്ഥാടനം എന്നുള്ളത് എനിക്ക് അകലേക്ക് പോയിട്ടുള്ളത് അന്ന് വല്ലാർപാടത്തിന് ഇതൊന്നുമില്ല, ബോട്ടിൽ കയറിയാണ് പോകാനുണ്ട്. പിന്നെ അപ്പച്ചൻ കൊണ്ടുപോയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം അന്ന് നിത്യസായതാ പള്ളിയും വല്ലാർപാടം പള്ളിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടെ പ്രായം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മാത്രമായിട്ടാണ് പ്രായമൊക്കെ ആയതിനു ശേഷമാണ് ഞങ്ങൾ മാതാപിതാക്കന്മാരെയും കൊണ്ട് വെള്ളാങ്കണ്ണിക്ക് പോയത്. അവരതിന് മുമ്പ് പോകാൻ സാധിച്ചിട്ടില്ല, അവർക്ക് സാധിക്കില്ലായിരുന്നു. ഞങ്ങളുടെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന പ്രാരാബ്ദത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങളാണ് പിന്നീട് അവരെ കൊണ്ടുപോകുന്നത്. ഞങ്ങളെല്ലാ മക്കളും ഒരുമിച്ച് ചേർന്ന് ഒരു കുടുംബമായിട്ട് തന്നെ ഒരു തീർത്ഥാടനം വെള്ളാങ്കണ്ണിക്ക് നടത്തി പ്രാർത്ഥിച്ച് ഒരുങ്ങി യാത്രയിലൊക്കെ ഒരു തീർത്ഥാടനം ഒരിക്കലും വിനോദയാത്രയല്ല. തീർത്ഥാടനത്തെ വിനോദയാത്രയായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് തീർത്ഥാടനത്തിൻ്റെ ഫലം കിട്ടാതെ പോകുന്നത്. അതൊരു കടത്ത് കഴിക്കലാണ് ഒരർത്ഥത്തിൽ പറഞ്ഞു. വെള്ളാങ്കണ്ണി പോയി നേർച്ചയിട്ടു, തീർന്നു, കുർബാന കണ്ടു, പോന്നു. വേളാങ്കണ്ണിൽ പ്രദേശത്ത് ചെല്ലുക എന്നുള്ളതല്ല തീർത്ഥാടനം. ലൂർദ് വരെ പോകുക എന്നുള്ളതല്ല തീർത്ഥാടനം. ഫാത്തിമയിൽ ചെല്ലുക എന്നുള്ളതല്ല തീർത്ഥാടനം. വല്ലാർപാടത്ത് ചെല്ലുക, അവിടുത്തെ ചൂലെടുത്ത് അടിക്കുക എന്നുള്ളതല്ല തീർത്ഥാടനം. പക്ഷെ അവിടെയെല്ലാം പോകാൻ തക്കവണ്ണം അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ വിശുദ്ധിയും ആ സ്ഥലങ്ങളിൽ മാതാവ് ഇടപെട്ടതിൻ്റെ ഓർമ്മകളും ഒക്കെ ആയിക്കൊണ്ട് അപ്രകാരമുള്ള വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് എനിക്ക് പോകാൻ സാധിച്ചതിനുള്ള നന്ദിയും ആ പോകാൻ തക്കവണ്ണമുള്ളൊരു ഒരുക്കവും ജീവിതത്തിൽ അല്ലേ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ഒരുങ്ങി മാതാവിനെക്കുറിച്ച് ഉള്ള ചിന്തകളോടും നമ്മുടെ ജീവിതത്തെ ഒന്ന് നന്നാക്കിയെടുക്കാനുള്ള ആഗ്രഹത്തോടും ആ ഒരു തീവ്രമായിട്ടുള്ള ദൈവാനുഗ്രഹം കിട്ടണമെന്നുള്ള ദൈവാനുഭവത്തോടു കൂടി ഒരു പ്രാർത്ഥനയായിട്ട് തീർത്ഥാടനം നടത്തുകയും തിരിച്ചുള്ള യാത്രയും ചിലരെയും കണ്ടിട്ടുണ്ട്. അങ്ങോട്ടുള്ള യാത്ര ഭയങ്കര ഒരുക്കവും അതൊക്കെ ചെന്നു പിന്നെ തിരിച്ചു കൊണ്ടുള്ള വരും ഒരു അടിച്ചുപൊളി തിരിച്ചു വരുവാണ്. അല്ല, തീർത്ഥാടനം പൂർത്തിയാവുന്നത് പുറപ്പെട്ടെടുത്തുനിന്ന് തിരിച്ചെത്തുമ്പോൾ മാത്രമേ ഉള്ളൂ. കാരണം പുറപ്പെട്ടെടുത്ത് തിരിച്ചെത്തിയിട്ട് പുറപ്പെട്ട സ്ഥലത്തെ കാര്യങ്ങൾക്ക് തിരുത്തൽ വരുത്താനാണ് തീർത്ഥാടനത്തിൻ്റെ പ്രത്യേകത. ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്നും പുറപ്പെടുന്നു, ഈ തീർത്ഥയാത്ര നടത്തുന്നു, തീർത്ഥാടന സ്ഥലത്ത് ചെല്ലുന്നു, തീർത്ഥാടന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്ഥലത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെടാൻ ദൈവം ഇടപെട്ട് അനുവദിച്ചതിൻ്റെ
അവിടെ പരിശുദ്ധമ്മ ഇടപെട്ടതിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കി ആ സ്ഥലത്തിൻ്റെ ധന്യതയിലും ആ സ്ഥലത്തിൽ നിന്നുള്ള ആ വിശുദ്ധമായ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹങ്ങൾ കേടി തിരിച്ചു വന്ന് ഇനി ജീവിതത്തിൽ ഞാൻ നടത്തേണ്ട അഴിച്ചുപണി പൂർത്തിയാകുമ്പോൾ മാത്രമേ ആ തീർത്ഥാടനം പൂർത്തിയാകുന്നുള്ളൂ. പലപ്പോഴും പലർക്കും കണ്ടിട്ടുള്ള ദുരന്തങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് തീർത്ഥാടനത്തിന് പോകുന്നത് വളരെ താല്പര്യത്തോടും വളരെ ആത്മീയമായിട്ടുള്ള നിറവോടും കൂടിയാണ്. പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേക്കും അതെല്ലാം തീർന്നു. കാരണം അവിടെ ചെന്ന് ഒന്ന് കണ്ടോടൊരു തീർന്നു. അങ്ങനെയുള്ള ദർശനമല്ല നമ്മുടെ പരിശുദ്ധമ്മ ആഗ്രഹിക്കുന്നത്. ഒരു മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ ദർശനത്തോടുകൂടി ജീവിതത്തിൽ സായുജ്യം അടയും എന്ന് മാതാവ് ഒരിക്കലും പറയുന്നില്ല. ഈ തിരുസ്വരൂപ ദർശനം എന്നുള്ളത് എൻ്റെ ജീവിതത്തെ സ്പർശിക്കാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ ഞാൻ നേരെയാക്കുമ്പോഴാണ്. എൻ്റെ കൈതിരിപ്പ് മാറ്റുകയും മനസ്സിലിരിപ്പ് മാറ്റുകയും എൻ്റെ ജീവിതത്തെ അഴിച്ചു പണിയുകയും ജീവിതത്തെ വിശുദ്ധവും നിർമ്മലവും ദൈവത്തിനും സ്വീകാര്യമായ രീതിയിലേക്ക് എൻ്റെ നടപടികളെ ഞാൻ മാറ്റുകയും ചെയ്യുമ്പോഴും എൻ്റെ ബന്ധങ്ങളെ ഞാൻ വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ആ തീർത്ഥാടനം എന്നിൽ പൂർത്തിയാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം അതൊരു ഭൗതികമായ തലത്തിൽ ഒരു 30 ദിവസം നോയമ്പ് പോറ്റു ചെന്നു കണ്ടു പ്രാർത്ഥിച്ചു 4 കൊന്ത ചൊല്ലി 5 കൊന്ത ചൊല്ലി കുറച്ച് കൊന്ത ചൊല്ലി അവിടെ 2 ദിവസം നിലവഴിച്ചു അതോടുകൂടി തീർന്നില്ല. അതല്ല തീർത്ഥാടനം. അവിടെ നിന്നും കിട്ടുന്ന ആ ചിന്തകളോടുകൂടി പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ പുറപ്പെട്ടിടത്തേക്ക് തിരിച്ചെത്തിയിട്ട് അവിടെ ഞാൻ നടത്തുന്ന അടിച്ചുവാരലും അഴിച്ചുപണിയും അടുക്കിപ്പറക്കലുമാണ്. ഈ തീർത്ഥാടനത്തെ, അതും തിരുത്തലിൻ്റെ തീർത്ഥാടനം എന്ന് പറയുന്നത് വളരെയധികം സ്വാധീനിച്ചു. ഉറപ്പായിട്ടും സാറ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ധാരാളം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവും ഇതിനോടകം, ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമല്ല. എവിടെയൊക്കെയാണ് അങ്ങനെ പോകാൻ സാറിന് പറ്റിയിട്ടുള്ളത്? ആ യാത്രകളെല്ലാം സാറിൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്ന് ഒന്ന്. ഞങ്ങൾ ഈ വല്ലാർപാടം പോകുന്നത് ഇപ്പോൾ ഞാൻ നോക്കുന്നത് കൊന്തേക്കത്തല്ലി ബോട്ടിലൊക്കെ പോകുന്നതാണ് നോക്കുന്നത് കൊച്ചു ചെറുപ്പത്തിലാണ്. പിന്നീട് വേളാങ്കണ്ണിൽ യാത്രകളായിരുന്നു. ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ മിക്കവാറും വാർഷികങ്ങൾ ഞങ്ങൾ അവിടെ പോയിരുന്നായിരുന്നു. ഈ വിവാഹ വാർഷികം തീർത്ഥാടനത്തോടു കൂടി ആയിരിക്കും അല്ലേ? കാരണം എത്രാമത്തെ വാർഷികമാണോ അത്രയും കൊന്ത ചെല്ലുക. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രത്യേക ഒരു ഭക്തി അതായിരുന്നു. വിവാഹ വാർഷിക ദിവസം വെള്ളാങ്കണ്ണിയിൽ ഒരു മാതാവിൻ്റെ അടുത്തിരിക്കുക, എത്രാമത്തെ വാർഷികമാണോ അത്രയും കൊന്ത അവിടെ ചെല്ലുക, കുർബാനയിലും ഒക്കെ പങ്കെടുക്കുക, അത് കഴിഞ്ഞ് തിരിച്ചു വരിക. ഒരു കാലഘട്ടത്തിൽ ഒരു ഭക്തി അതായിരുന്നു. പിന്നെ ഇവിടെ നിന്നൊക്കെ മാറി പോകേണ്ടി വന്നതിന് ശേഷം ആ ദിവസങ്ങളിൽ അവിടെ പോകാനായിട്ടോ അത്രയും ദിവസം അവിടെ ഇരിക്കാനായിട്ട് പിന്നീട് സാധിച്ചിട്ടില്ല. ഇവിടെ ആയിരുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങൾ മുടങ്ങാതെ എല്ലാ വർഷവും നിർവഹിച്ചിരുന്ന ഒരു ഭക്തി അതായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഈ മാതാവിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ വഴിയായിട്ട് നമുക്കൊരു വലിയൊരു തുറവിയാണ്, വലിയൊരു തുറവി. എന്തൊക്കെയോ നമുക്കൊരു പുതിയൊരു ഉണർവ് കിട്ടുകയാണ്, ഒരു പുതിയ ഉത്സാഹം, നമ്മളൊരു പുതിയ ചൈതന്യം എന്ന് പറയും. ഈ ചൈതന്യം ഉണർവെന്നോ ഉത്സാഹമെന്നോ എന്ത് പറഞ്ഞാലും അതെല്ലാം നമ്മളെ എന്തിലേക്കാണ് നയിക്കുന്നത്? എവിടെയൊക്കെയോ എനിക്ക് ചില തിരുത്തൽ വരുത്താനുണ്ട്, എവിടെയൊക്കെയോ ഞാനൊന്ന് അടിച്ചു വാരി പുറത്ത് കളയാനുണ്ട്, എവിടെയൊക്കെയോ നമ്മുടെ പൊടി കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് അടിച്ചു വാരി പുറത്ത് കളയണം, എവിടെയൊക്കെ ഒന്ന് അടുക്കി പറിക്കാനുണ്ട്. അതാണ് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഒരു ധന്യത. അതുപോലെ പുറത്ത് ഞാൻ ലൂർദിൽ പോയിട്ടുണ്ട്, ഫാത്തിമയിൽ പോയിട്ടുണ്ട്, പിന്നെ എവിടെയായിരുന്നു ഇങ്ങനെ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പലയിടത്തും ദൈവാഗ്രഹിച്ച് എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. വളരെ ഒരുക്കത്തോടെ അത് എത്രയോ കാലഘട്ടങ്ങളായിട്ട് ഞാനും രൂപയും കൂടി കിടക്കാൻ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് പ്രത്യേകിച്ച് ചൊല്ലിയിരുന്ന ഒരു നന്മ നിറഞ്ഞെന്നുള്ളൊരു നിയോഗം ഇതായിരുന്നു. ഈ ലൂർദിലും ഫാത്തിമയിലൊക്കെ നമുക്കൊന്ന് പോകണം. ആണല്ലേ? അതിനുവേണ്ടി നിയോഗം വർഷങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അപ്രകാരം ഒരു അവസരം കിട്ടിയത്. ഞങ്ങളങ്ങനെ പിന്നെ മജ്ഗോരി പറയാൻ വിട്ടു, മജ്ഗോരിയിലും പോയി. മജ്ഗോരിയിൽ അപ്പം അവിടെ എല്ലാം ചെന്ന് കഴിയുമ്പോൾ അത് ഒരു വിശുദ്ധ സ്ഥലങ്ങൾ, യാതൊരു സംശയമില്ല. കാരണം അവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ കൊണ്ടല്ല, അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു വായുണ്ട്, ഒരു വായു, വിശുദ്ധിയുടെ ഒരു പ്രസൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. സാന്നിധ്യത്തിൻ്റെ ഒരു അല നമുക്ക് അനുഭവപ്പെടുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ. നമ്മളത് ആ അല കാണാൻ തക്കവണ്ണം നമ്മുടെ കണ്ണ് തുറക്കാനും ആന്തരിക നേതൃത്വം തുറക്കാനും ആ അലയുടെ സ്വീകരിക്കാൻ തക്കവണ്ണം ഹൃദയത്തെ ഒരുക്കി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ നേരത്തെ ബോണി സൂചിപ്പിച്ചോണം ഒരു വിനോദയാത്രയായിട്ട് പോയാൽ നമുക്ക് അനുഭവം ഉണ്ടാവില്ല. ആ അനുഭവം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ അനുഭവം കിട്ടാൻ പാകത്തിന് ഉള്ള നമ്മുടെ ജീവിതത്തിൻ്റെ സുതാര്യതയും ജീവിതത്തിൻ്റെ നേർവഴിയും ഒക്കെ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ സംസാരിച്ച് ഒരുങ്ങി ചെന്ന് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന ധന്യത നേടി വരാൻ സാധിക്കും. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഒട്ടേറെ കുടുംബങ്ങൾ, ഒട്ടേറെ രോഗികൾ, ഒട്ടേറെ ഉന്നതസ്ഥാനീയരായിട്ടുള്ള വ്യക്തികളെല്ലാം അവിടെ വന്ന് പ്രാർത്ഥിച്ച് വളരെ ധന്യരായിട്ട് പോകുന്നവരുണ്ടാവുന്നത്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഭക്തി. ഫാത്തിമയിലെ ജപമാലയ്ക്ക്, ലൂർദിൽ അവിടുത്തെ വിശുദ്ധ ജലത്തിന്, ഉറവ വിശുദ്ധ ജലത്തിന്, അതുപോലെ തന്നെ അവിടുത്തെ രോഗികളുടെ സൗഖ്യത്തിന്, പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്ക്,
ഇപ്പോഴത്തെ മജിഗോരയിൽ പണ്ട് ഒരു മലകയറി അവിടെ ചെന്നിട്ടുള്ള പ്രാർത്ഥന, അതുപോലെ വിശാലമായിട്ട് സ്ഥലത്തിരുന്നുകൊണ്ട് സ്വസ്ഥതയോടെ ഇരുന്ന് ഇപ്പോഴും മാതാവിൻ്റെ ദർശനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നവരെ കാണാൻ പറ്റിയ അത് തന്നെ ഭാഗ്യം. ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അവിടെ. അവരുമായിട്ട് സംസാരിക്കാൻ സാധിച്ചപ്പോൾ അല്ലാത്ത വർഷം തുടർച്ചയായിട്ട് പങ്കെടുക്കുന്ന ദിവ്യബലികൾ, അതെല്ലാം വലിയൊരു അനുഭവങ്ങൾ അവിടെ ഇരുന്നിട്ട്. മാതാവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ നടക്കുന്ന ദിവ്യബലികൾ തന്നെ വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ പങ്കെടുക്കാൻ സാധിക്കുന്ന ദിവ്യബലികൾ, തുടർച്ചയായിട്ട് ദിവ്യബലികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് മിക്കവാറും സ്ഥലങ്ങളൊക്കെ ഇരുന്നിട്ട്. അത് വലിയൊരു ധന്യതയാണ്. അപ്പോൾ ഈ തീർത്ഥാടനങ്ങൾ എപ്പോഴും ആത്മീയമായിട്ട് ഉണർത്തിയിട്ടേ ഉള്ളൂ അല്ലേ? ആത്മീയമായിട്ട് ഉണർത്താൻ വേണ്ടി മാത്രമാണ്. ഈ ആത്മീയമായ ഉണർവില്ലാതെ ഏതോ ഒരു 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 നേർച്ച നിറവേറ്റി, എന്താ നേർച്ച, അതും ഒന്ന് അറിഞ്ഞിരിക്കും. നേർച്ച എന്ന് പറയുന്നത് എന്താ? നേർച്ച എന്ന് പറയുന്നത് എനിക്ക് പരീക്ഷ പാസ്സാവുകയാണെങ്കിൽ ഞാൻ നേർച്ച ചെയ്തോളാം, അതല്ല നേർച്ച. ഈശോ എനിക്ക് പരീക്ഷ പാസ്സാവണം, അമ്മേൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് കൂടുതൽ സഹായിക്കണം. അതിൻ്റെ എൻ്റെ ഭാഗത്തുള്ള ഒരുക്കമായിട്ട് ഞാൻ അമ്മയുടെ അടുത്തിരുന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചോളാം. ജപമാലയുടെ എണ്ണം ഞാൻ കൂട്ടി പ്രാർത്ഥിച്ചോളാം. അത് എനിക്കിത് കിട്ടാൻ വേണ്ടിയിട്ടല്ല, അതിന് അമ്മ എന്നെ സഹായിക്കുന്നതിന് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരുക്കത്തിൻ്റെ അടയാളമായിട്ട് ഞാൻ നിർവഹിക്കുന്നതാണ്. അതാണ് നേർച്ച എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഉപകാരസ്മരണ എന്ന് പറയുന്ന അർത്ഥത്തിൽ ഇപ്പോൾ എനിക്ക് ലോട്ടറി കിട്ടി, ഞാൻ നിയോഗം വെച്ചത് ഈ ലോട്ടറി എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇത്ര രൂപ ഞാൻ ഇന്ന സ്ഥലത്തോട് നേർച്ച ഇട്ടോളാം. കണ്ടീഷൻ, അങ്ങനെ ഒരു കണ്ടീഷൻ നേർച്ചയല്ല. അത് ദൈവത്തെ പരീക്ഷിക്കലാണ്. ഈശോ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുതെന്നാണ്. ദൈവം ഇപ്രകാരം കണ്ടീഷൻ വെച്ചിട്ട് നീ എനിക്കിത് തന്നാൽ ഞാൻ നിനക്ക് തരാം എന്ന് പറയുന്നവനല്ല ദൈവം എന്ന് പറയുന്നത്. ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാൻ അവകാശമുണ്ട്, വിളിച്ചപേക്ഷിക്കാൻ അവകാശമുണ്ട്. പരിശുദ്ധമ്മ പറയുന്ന മാതിരി അവൻ പറയുന്നത് മുഴുവൻ നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അവൻ പറയുന്നത് ചെയ്യാൻ പാകത്തിന് ജീവിതത്തെ ഒരിക്കലാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ചില സന്ദർഭങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള നേർച്ച കാഴ്ചകൾ, നമ്മൾ നേർച്ചക്കടന്നൊക്കെ പറയും, നേർച്ച കാഴ്ചകൾ നമ്മൾ സമർപ്പിക്കും, നേരും. പക്ഷേ ആ നേർച്ച കാഴ്ചകൾ എന്നുള്ളത് ഒരു കണ്ടീഷണലായിട്ട് നടത്തുന്ന, ഉപാധികളോടെ നടത്തുന്ന ഒരു ദാനധർമ്മം ഒന്നുമല്ല. ആ ഉപാധികൾ എന്നുള്ളത് അതിൽ തന്നെ തെറ്റുമാണ്. ഉപാധികൾക്കപ്പുറത്ത്, ഉപാധികളല്ലാതെ തന്നെ ഈശോയുടെ ഞാൻ കൂടുതൽ ഒരു പ്രത്യേകമായ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ അടയാളമായിട്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുക്കുന്ന സഹനത്തിൻ്റെ അടയാളമായിട്ട് ഞാൻ സമർപ്പിക്കുന്നതാണ് ഈ നേർച്ച എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏശാത്ത, എൻ്റെ ജീവിതത്തിൽ ഒരു ത്യാഗവും സംഭവിക്കാത്ത, എൻ്റെ ജീവിതത്തിൽ ഒരു മുറിവ് ഏൽപ്പിക്കാത്ത, എൻ്റെ ജീവിതത്തിൽ ഒരു വേദന ഏൽപ്പിക്കാത്ത ഒരു നേർച്ച എന്നുള്ള, അതിൽ തന്നെ ഒരു പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത, ഒരു മണിയടി മാത്രമേ, സാധാരണ ഇത് പറഞ്ഞു, ഒരു മണിയടി മാത്രമേ ഉള്ളൂ. അതിനുള്ള മണിയടിയായിട്ട് നേർച്ചയെ കാണരുത്. അപ്പം ഈ വിശുദ്ധ സ്ഥലങ്ങളിലുള്ള സന്ദർശനം ഞാൻ പറഞ്ഞ പോലെ എത്രയോ കാലഘട്ടങ്ങളിലൂടെ ഒരുങ്ങി പ്രാർത്ഥിച്ചതാണ്. പ്രാർത്ഥിച്ചൊരുങ്ങിയതാണ്. അതിൻ്റെ പൂർത്തീകരണമായിരുന്നു എനിക്ക് ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ പോകാൻ സാധിച്ചത് എന്നും ഞാൻ വിശ്വസിക്കുന്നു. വലിയൊരു ധന്യമായൊരു അനുഭവമായിരുന്നു. സാറേ, നമ്മുടെ സമയം ഏകദേശം തീരാറായിരിക്കുന്നു. എല്ലാ എപ്പിസോഡിലും വളരെ ആഴമുള്ള കാര്യങ്ങളാണ് സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് കൂടുതലും തോന്നിയത്, ഈ കല്യാണ വാർഷികത്തിൻ്റെ ഒന്ന് എത്രാമത്തെ വാർഷികമാണോ അത്രയും കൊന്തയില്ല എന്ന് പറയുന്നത്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു നല്ലൊരു സ്നേഹനിർദ്ദേശമായിട്ട് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഈ അടക്കം, സഹനം, ശുദ്ധത, അത് പാരൻസിനുണ്ടാകേണ്ട മാതാവിൽ നിന്ന് സ്വീകരിക്കേണ്ട ഒരു പുണ്യമാണ്. പാരൻസും കുട്ടികൾ പ്രത്യേകിച്ചും അവർ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് കൊടുക്കേണ്ട പ്രാധാന്യമാണ്. ജീവിതത്തിൻ്റെ വിശുദ്ധി പറയുന്നത് അശുദ്ധി ദേഹത്തെ പ്രവേശിക്കാതിരിക്കലാണ്, അശുദ്ധി മനസ്സിലേക്ക് കടന്നു വരാതിരിക്കലാണ്, അശുദ്ധമായ മനസാക്ഷി ഉണ്ടാവാതിരിക്കലാണ്. ആ ജീവിത വിശുദ്ധി, അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. എൻ്റെ ശരീരത്തിൻ്റെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ശുദ്ധിയാണ്. ആത്മാവിൻ്റെ അശുദ്ധി ശരീരത്തിൻ്റെ അശുദ്ധമാക്കും. എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. പ്രിയമുള്ളവരെ, സാറ് ഷെയർ ചെയ്യുകയായിരുന്നു നമ്മുടെ മക്കളുടെ ആ ഒരു ഡിഗ്നിറ്റി, ആ ഒരു കുലീനത ശുദ്ധതയിൽ നിന്നാണ്. അത് നമ്മുടെ മക്കൾക്ക് പകരാനായിട്ട് ഉറപ്പായിട്ടും എല്ലാ ദിവസവും സമയം കണ്ടെത്തണം. സാറേ, എല്ലാത്തിനും ഹൃദയം നിറയെ നന്ദി.
പിതാ